ഇന്നത്തെ വളരെ ഹെൽത്തി റെസിപ്പിയാണ്. അതിനായി ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് അളവിൽ ചെറുപരിപ്പ് കൂടെ എടുക്കുന്നുണ്ട്. പായസമൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ വാഷ് ചെയ്ത് അരമണിക്കൂറോളം കുതിർത്തെടുക്കണം. കുതിർത്തെടുത്ത പച്ചരിയും പരിപ്പും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് പച്ചരിക്കും അര ഗ്ലാസ് പായസപ്പരിപ്പിനും കൂടെ ഞാനിവിടെ 3.25 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും വെള്ളം ചേർക്കണം. അപ്പോഴാണ് പൊങ്കലിൻ്റെ ശരിക്കുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് പാകം ചെയ്തെടുക്കാനായി പറ്റുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കർ അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി 2-3 വിസിൽ അടുപ്പിച്ചെടുക്കാം. കുക്കർ വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യെല്ലാം വഴറ്റി ചേർക്കാനുണ്ട്. അതിനായി ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നല്ലപോലെ ഒന്ന് ഉരുകി വരട്ടെ. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 പച്ചമുളക് നെടുകെ ഒന്ന് കീറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് കുറച്ച് അധികം ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. കുക്കറിൻ്റെ അടപ്പ് തുറന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ചേരുവകൾ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി പ്ലേറ്റിലേക്ക് വിളമ്പാം. പൊങ്കലിൻ്റെ കൂടെ ടിഫിൻ സാമ്പാർ അല്ലെങ്കിൽ ചട്നിയാണ് കോമ്പിനേഷനായിട്ട് വരാറുള്ളത്. ഞാനിവിടെ ടിഫിൻ സാമ്പാറാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. വളരെ ഹെൽത്തിയാണ് പൊങ്കൽ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല വെന്തു കുഴഞ്ഞ പരുവത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഒരു നേരം കൊടുക്കാനായിട്ട് പൊങ്കൽ ഉണ്ടാക്കിയെടുക്കാം. തമിഴ്നാട്ടിലെ മകരസംക്രാന്തി സമയത്ത് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു ഈസി റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു.